എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കുള്ള പേര് ഫ്ലമെങ്കോ പ്ലാന്റ് എന്നാണ്. ഇത് തുടക്കക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. വളർത്താനും വളരെ സുഖമാണ്. കാര്യമായിട്ടുള്ള കെയറിങ് ഒന്നും ഇതിനാവശ്യമില്ല. അതുപോലെ തന്നെ സമ്മറിലൊക്കെ നിറയെ പൂവിടുകയും ചെയ്യും. ഇതിൻ്റെ ഒറിജിനൽ ദേശം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ഇത് നമ്മുടെ ഏതൊരു കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്നതും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു ചെടി കൂടിയാണ്. ചൂടൊന്നും ഇതിന് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. കൂടാതെ ഇതിന് അസുഖങ്ങളൊന്നും വളരെ പെട്ടെന്നൊന്നും പിടിക്കില്ല. അതേപോലെ ഇതൊരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കാരണം തന്നെ നമ്മൾ ഗാർഡനിൽ ഒരു പൂച്ചെടിയായിട്ട് നമ്മളിതിനെ വളർത്തുന്നുണ്ട്. ഇതിന് ചൂടൊന്നും ഒരു പ്രശ്നമേ അല്ല. നല്ല ചൂട്ടത്ത് വെച്ചാൽ അത്രയധികം പൂക്കൾ ഈ പ്ലാന്റിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ നമ്മുടെ ഗാർഡനിലെ ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടും നമ്മളിതിനെ വെക്കാറുണ്ട്. ഈ ചെടിയുടെ പൂക്കളുടെ ഭംഗി കൊണ്ട് തന്നെയാണ് നമ്മളിത് ഗാർഡനിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സാണ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതിൽ നമ്മൾ സാധാരണ നമ്മുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ചെറുതെ മണലും വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കാം. അതുപോലെ ഇതിന് നല്ലോണം വെള്ളവും ആവശ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ വളരെ കനം കുറവാണ്. അപ്പോൾ നല്ല വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതിന് അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് പൂവിടുന്ന ചെടികൾക്കൊക്കെയും നമ്മൾ നന്നായിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. മഴക്കാലത്താണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിലെ മണ്ണൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും ഇതിനാവശ്യമില്ല. വളം ഇട്ടില്ലെങ്കിൽ തന്നെയും നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടി കൂടിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ നമുക്കൊരു 2 മാസത്തിൽ 2 തവണയൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉണങ്ങിയ ചാണകപ്പൊടി തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല വെള്ളവും. വളം ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെയും നിറയെ പൂക്കളും ഉണ്ടാവും. ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ. ഒരു ഇളം നീല കളറിലുള്ള നല്ല ഇങ്ങനെ ഒരു ബൊക്കെ പോലെയാണ് കേട്ടോ ഈ ഫ്ലവർ കണ്ടുവരിക. നല്ല ഭംഗിയാണ് ഒരുമിച്ച് പൂവിട്ട് നിൽക്കണ കാണാനായിട്ട്. അതുപോലെ ഇതിലധികം കീടബാധകളൊന്നും ഏറ്റുവരില്ല. അല്ലെങ്കിൽ കൂടി തന്നെ നമുക്കിതിൽ മാസത്തിൽ നമുക്കൊരു നീം ഓയിൽ സ്പ്രേയോ അല്ലെങ്കിൽ നമ്മുടെ കെമിക്കലായിട്ട് നോക്കുമ്പോൾ സാഫ് പോലുള്ള മരുന്നുകളൊക്കെ നമുക്കൊന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഉള്ള കീടങ്ങളെ കളയാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നമ്മൾ വെറുതെ കുഴിച്ചിട്ടാൽ പോലും വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ്. ഞാനിപ്പോൾ ഇത് നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല. 1-2 മാസമായിട്ടുള്ളൂ. കാണുമ്പോൾ അറിയില്ല കുഞ്ഞ് ചെടിയാണ്. പക്ഷേ ഇതുമ്പോൾ തന്നെ ഒരുപാട് തവണ പൂവിട്ട് കഴിഞ്ഞു. കുഞ്ഞ് ചെടിയുമ്പോൾ തന്നെ നമുക്ക് നിറയെ പൂക്കളുണ്ടായി കിട്ടും. ഇതിന് ചില അന്ധവിശ്വാസങ്ങളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് വളർത്തുന്ന വീട്ടിൽ പണം വന്നു കൂടുന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. അതുപോലെ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് മരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.